ഇന്ത്യ അമേരിക്കൻ ട്രേഡ് ഡീല് അത് അനൗൺസ് ചെയ്യുന്നത് ഇന്നലെ അതായത് ഇന്ന് രാവിലെ മിഡ് നൈറ്റിലായിരുന്നു. മനസ്സിലാക്കുക, ഇത് അനൗൺസ് ചെയ്ത ശേഷം, അതായത് രാത്രിയിലാണ്, ഏകദേശം 1 മണി 12:30 1 മണി ആ സമയത്താണ് അനൗൺസ് ചെയ്യുന്നത്. ആദ്യം സെർജിയോ ഗോറാണ് ട്വീറ്റിൽ കൂടെ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ട്രംപുമായിട്ട് 30 മിനിറ്റ് സംസാരിച്ചു. അതിനുശേഷം പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ ട്രൂത്തിൽ കൂടാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, രാത്രിയിൽ ഏകദേശം ഇന്ത്യൻ ചാനലുകളെല്ലാം ഇന്ത്യൻ സമയം ഉറങ്ങുന്ന സമയം. പക്ഷെ കുറച്ച് സ്റ്റാഫുണ്ട്. പക്ഷെ ഉണ്ടായ ഒരു ആഹ്ലാദമുണ്ട് ഇന്ത്യൻ മീഡിയയിൽ. ഇന്ത്യൻ ചാനലുകൾ മുഴുവനും ലൈവിലാകുന്നു. അമേരിക്കയിൽ നിന്നുള്ളവർ എടുക്കുന്നു, എക്സ്പേർട്ടുകൾ വരുന്നു, അവർ വരുന്നു, ഉറങ്ങിക്കിടന്ന ചാനൽ ആങ്കേഴ്സ് രാത്രി തിരിച്ചു വരുന്നു. ഇതെന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്തപ്പോൾ ഇത്ര വലിയ ആഹ്ലാദം ഇന്ത്യൻ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല? ഇത് പറഞ്ഞത് യൂറോപ്യൻ യൂണിയന്റെ നേതാവ് പറഞ്ഞത് ഏകദേശം മദേഴ്സ് ഓഫ് ഓൾ ഡേ. എന്തുകൊണ്ടാണ് ഈ ആഹ്ലാദം ഉണ്ടായിരുന്നില്ല? ചില കേരളത്തിലെ വിവരം കെട്ട യൂട്യൂബേഴ്സ് ഏതാണ്ട് കുന്തവാന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ഇത് നടക്കും. പക്ഷെ നമ്മൾ ഈ കാണുന്നതല്ല, അതിനകത്ത് ഈ കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. യൂറോപ്പിന്റെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുക. അത് അതേപോലെ സംഭവിച്ച് ഇന്ത്യൻ മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്തില്ല. ചെറിയൊരു 200 പോയിന്റ് സെൻസെക്സിൽ വന്ന് വീണ്ടും താഴെ പോയി. ഇന്ത്യൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഏകദേശം 92 വന്നു. പക്ഷെ അമേരിക്കൻ ഗവൺമെന്റും ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇന്ത്യ ഗവൺമെന്റും കൂടെ അമേരിക്കൻ ടാരിഫ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്തുവാ? അത് കുറച്ച് കോമൺ സെൻസ് വെച്ചാണ് ഇത് മനസ്സിലാക്കേണ്ടത്. 2600 ഇന്ന് പെട്ടെന്ന് ഷൂട്ട് ചെയ്തത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. 2 രൂപ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കൂടി. അതായത് ഡോളറുമായിട്ട് നോക്കുമ്പോൾ 92 90 താഴോട്ട് പോയി. ഇപ്പൊ പിടികിട്ടിയാൽ എന്താണ് ഞാൻ ഈ അമേരിക്കൻ ട്രേഡിനെ പറ്റി പറയുന്നതിന്റെ കാര്യം? ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം. എന്താണ് ഈ സംഭവ വിഷയം? അതായത് ഇന്ത്യയിലെ ബിസിനസ് ലോകത്ത് ഇന്നുണ്ടായ ഒരു ഉണർവുണ്ട്. കഴിഞ്ഞ 1 വർഷം കൊണ്ടും വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സംഭവം ഔട്ട്ഫ്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഡോളർ ഇവിടുന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ ബോണ്ട് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ അപ്പോട്ട് പോകുന്നു. RBI ഇടപെടുന്നു. ഇന്ത്യൻ കറൻസി ഹ്യൂജായിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നു. അവിടെ ഒന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഏകദേശം 1 മണിക്കൂർ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങി കഴിഞ്ഞപ്പം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ 2 രൂപ, അതായത് 92 90 താപ്പോട്ട് വന്നു. എന്തുകൊണ്ട് വന്നു? ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്. ഞാൻ ഈ ടോപ്പിക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു, ഇവിടുത്തെ BJPയുടെ ആൾക്കാർ പറഞ്ഞു, യൂറോപ്യൻ ഡീല്, ഒമാനുമായിട്ട് ഡീല്, ഓസ്ട്രേലിയയുമായിട്ട് ഡീല്, ന്യൂസിലാൻഡുമായിട്ട് ഡീല്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ഒരു മാർക്കറ്റല്ല. കാരണം ഇന്ത്യയുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അവൻ്റെ കയ്യിലാണ് ബൈ പവർ. ഈ പറയുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ചൈനീസ് സാധനം പോകുന്നുണ്ട്. ചൈനീസ് സാധനങ്ങൾക്ക് മേളിൽ അവർ എക്സ്ട്രാ ടാരിഫ് ഒന്നുമില്ല. അവരുടെ പ്രോഡക്റ്റ്, യൂറോപ്യൻ പ്രോഡക്റ്റ് അവർ സംരക്ഷിക്കും. അപ്പം അവിടെ ചൈനീസ് പ്രോഡക്റ്റും ഇന്ത്യൻ പ്രോഡക്റ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റ് ഔട്ടായി പോവും. യൂറോപ്യൻ കാറുകൾ ഇന്ത്യയിലോട്ട് വരുന്നു. ആദ്യത്തെ വർഷം 40% ടാരിഫ്, പിന്നീട് 0 ആക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ വീണ്ടും കുറഞ്ഞത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വീണ്ടും താപ്പോട്ട് പോയത്. നേരെ മറിച്ച് ഇവിടെ എന്താണ് ഉണ്ടായത്? ആദ്യം നിങ്ങൾ ബിസിനസിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ പ്രത്യേകത? അമേരിക്കൻ പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപിന് പവർ എന്ന് പറയുന്നത്. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് പവർഫുൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആദ്യത്തെ റിഫ്ലക്ഷനൊക്കെ ഈ പറഞ്ഞ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട റിഫ്ലക്ഷനൊക്കെ വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോസിറ്റീവ് പാർട്ടാണ്.
അപ്പം ഇനി രണ്ടാമത്തെ പാർട്ടിലോട്ട് കയറാം. BJP വലിയ ആഹ്ലാദമായിരുന്നു, BJP ലീഡേഴ്സ് ആഹ്ലാദമായിരുന്നു. ആനന്ദ് രംഗരാജൻ, അതായത് RSSന്റെ ഏറ്റവും ബുദ്ധിമാനായ യങ്സ്റ്റർ ഐഡിയലുമാണ്, ബുദ്ധിജീവി, വലിയ എഴുത്തുകാരനാണ്, റൈറ്റ് വിങ് നറേറ്റീവ്സിന്റെ നമ്പർ 1 കക്ഷിയാണ്. അയാളുടെ ഒരു ട്വീറ്റ് വന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് പ്രധാനമെന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പല വീഡിയോയിലും എന്തിനാ ആനന്ദ് രംഗരാജൻ ഈ ഡീലിനെ പറ്റി പറയുന്നത് ഇന്ത്യ സറണ്ടർ ചെയ്തെന്ന്? ഇതാണ് കോമൺ സെൻസിൽ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് സറണ്ടർ ചെയ്തു? അതാണ് ഞാൻ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പിടിച്ചെടുത്ത് അയാൾ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ഇന്ത്യയുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല. പിടിച്ചു നിൽക്കാവുന്നതിന്റെ മാക്സിമം പിടിച്ചു നിന്നു. ഇനി ഫർദർ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് സംഭവം ഉണ്ടായത്. എന്താ അതിന്റെ കാര്യം? ഇന്നലെ രാത്രിയിലൊക്കെ ഗവൺമെന്റ് വല്ലാത്ത രീതിയിൽ പറഞ്ഞു. രാത്രിയിൽ ഗവൺമെന്റ് വക്താക്കളും BJPക്കാരും ഒക്കെ രാത്രിയിൽ, ഞാനിത് ട്വീറ്ററിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ മീഡിയ വരുന്ന പല റിപ്പോർട്ടുകളും. അതായത് ഇന്ത്യ ഗവൺമെന്റ് അഗ്രികൾച്ചറിൽ കയറാൻ സമ്മതിക്കത്തില്ല. ചുമ്മാ പച്ചക്കള്ളവാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ അമേരിക്കൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ, അഗ്രികൾച്ചർ സെക്രട്ടറി സ്ത്രീയ ബ്രൂക്ലിൻ ഹാൾ, അവർ ട്വീറ്റ് ചെയ്തേക്കുന്നു. അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ അഗ്രികൾച്ചർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, phase 1 phase 2 ആ രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പം അതും കള്ളവല്ലേ പറഞ്ഞത്? അതേപോലെ തന്നെ ഒരു 500 ബില്യൻ്റെ അമേരിക്ക ഇന്ത്യയുമായിട്ട് വരാൻ പോകുന്ന 3 വർഷത്തിനുള്ളിൽ ട്രേഡ് നടത്തും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 500 ബില്യൺ ഹ്യൂജ് എമൗണ്ടാ. ഒരു കാര്യം പറയും, ഇന്ത്യയുടെ ഫോറിൻ റിസർവ് 600 ബില്യന് താഴെയുള്ളൂ. ഈ 500 ബില്യൺ അമേരിക്ക അവരുടെ സാധനങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക പറയുമ്പോൾ അതും ഇന്ത്യ നിന്നുകൊടുത്തു. അതല്ലേ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രോഡക്റ്റിന് 0 ടാരിഫ്, ഇന്ത്യൻ പ്രോഡക്റ്റിന് 18%. അതും അംഗീകരിച്ചു. കാരണം കോമ്പറ്റീറ്റീവായിട്ട് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ത്യക്ക് 18% ഉള്ളൂ. പക്ഷേ ഈ 18% ഫർദർ സെക്കൻഡ് ഫേസിലും ചിലപ്പോൾ തേർഡ് ഫേസിലൊക്കെ അത് കുറഞ്ഞ് 10-12 ആകാനുള്ള സാധ്യത കൂടുതലാണ്. തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ഫർദർ ഇനി അതിൻ്റെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 6ാമത്തെ റൗണ്ട് ടോക്സിലാണ് ഇന്ത്യയിൽ നടന്നത്. എന്തുകൊണ്ടാണ് RSSന്റെ നേതാവ് ബുദ്ധിജീവി ഇങ്ങനൊരു കാര്യം പറയാൻ കാരണം എന്താ? ഒരു കാര്യം മനസ്സിലാക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഡീല് നെഗോഷിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ സമയത്ത് ഉറപ്പായിട്ടും ഒരു RSS നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യും. ഉറപ്പായിട്ടും ചർച്ച ചെയ്യും. കാരണം RSSന്റെ ബാക്കപ്പോട് കൂടിയാണ് BJP ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നത്. മോദിയാണെങ്കിൽ എല്ലാവരും RSSകാരാണ്. അപ്പം അവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു കാണും, കാരണം ഇത്ര ശതമാനം അഗ്രികൾച്ചർ മാർക്കറ്റിൽ ഇത്ര പ്രോഡക്റ്റ് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഡീൽ ഉണ്ടാവത്തില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി അതനുസരിച്ച് നമ്മൾ തലകുലുക്കി കൊടുത്തു. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഡീൽ അവനാണ് തീരുമാനിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുകളിൽ ഡീലിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരിക്കും, അത് വെച്ചുകൊണ്ടിരുന്നു. ഫൈനലി അവർ പറഞ്ഞ ഡീലിലോട്ട് വന്നു. 500 ബില്യൻ്റെ സാധനം ഇന്ത്യ മേടിക്കണം. അതിനെപ്പറ്റി ഞാൻ പറയാം, എന്തോ മേടിക്കാം. അതും കേരളത്തിലെ ചില 3ാം കിട ആളുകൾ, പത്രപ്രവർത്തകൻ, യൂട്യൂബ് എന്നൊക്കെ പറയുന്നവർ മണ്ടത്തരം വിളിച്ചു പറഞ്ഞു. അതായത് അമേരിക്കൻ മിലിറ്ററി പ്രോഡക്റ്റ് ഇന്ത്യ വാങ്ങത്തില്ല. ഞാൻ പറഞ്ഞുതരാം, അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം എന്താ മേടിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് അമേരിക്കയിൽ കണക്ഷനുണ്ട്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഈ പറയുന്ന ലോബിയിസ്റ്റുമായിട്ടൊക്കെ അറിയാം നേരിട്ട്. അവരോടൊക്കെ ചോദിച്ചു, എന്തുവാണ് ഈ 500 ബില്യൻ്റെ ഡീല്? അമേരിക്കയെ സംബന്ധിച്ച് 500 ബില്യൺ പീനട്ട് പോലെയുള്ളൂ. പക്ഷെ ഇന്ത്യക്ക് വലിയ സംഭവമാണ്. എന്തുവാണ് ഈ 500 ബില്യൻ്റെ അമേരിക്കൻ സാധനം ഇന്ത്യയിൽ വരുന്നത്? അതിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓയിൽ മാത്രമൊന്നുമല്ല. അതിനത്ര ഇത്രയും പണം വരുത്തില്ലല്ലോ ഓയില്. ഇത് മറ്റുള്ള സാധനങ്ങൾ വാങ്ങണം, മാൻഡേറ്ററി ആണ്. അപ്പോഴാരാണ് ഡീല് സക്സസ് ആയത്? ആരാണ് സറണ്ടർ? ആരാണ് കീഴടങ്ങിയത്? ഇത് RSSകാർ ഇപ്പോൾ എഴുതാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ മുഴുവനും. അതായത് ഇന്ത്യ സറണ്ടർ ചെയ്തു, മോദി സറണ്ടർ ചെയ്തു.
നേരത്തെ നരേന്ദ്രൻ നെവർ സറണ്ടർ എന്നൊക്കെ, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കുക, ഇത് ബിസിനസ് ഡീലാണ്. ഇന്ത്യക്ക് ഈ ബിസിനസ് ഡീലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പല കാരണവശാലും. കാരണം ഇന്ത്യക്ക് ഒരു ഗോഡ് ഫാദർ വേണം. നമ്മൾ ഈ പറയുന്ന പോലെ ചൈന ഇതേപോലെ രാജ്യമൊന്നും ആയിട്ടില്ല. നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് കിട്ടിയേ മതിയാവത്തുള്ളൂ. ഈ പറയുന്ന സാബു ജേക്കബിൻ്റെ ഇത്രയും നാളും കുറഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ഇന്നെന്താ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഭയങ്കരമായിട്ട് കയറി വന്ന് 19% മുകളിൽ കയറി വന്നല്ലോ. എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ ബിസിനസ്സുകാരും ഭയങ്കര സന്തോഷം കാണിക്കുന്നത്? കാരണം അവർക്ക് ഇതല്ലാതെ മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ല. ഇന്ത്യ ഒരു എക്കോണമി എന്ന് പറയുന്നത് ബിസിനസ് ഭയങ്കര ആവശ്യമാണ്. അതിനകത്ത് അമേരിക്കയില്ല, മൈനസ് അമേരിക്ക. നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യക്ക് ബിസിനസ്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇതതിൻ്റെ കാര്യം. ഈ ഡീലുമായി ഈ പറയുന്ന സംഭവമായിട്ട് റെസിപ്രോക്കൽ പ്യൂണിറ്റീവ് ടാരിഫ്, അതുമായിട്ട് ഇന്ത്യയുടെ മുകളിൽ എത്രമാത്രം പ്രഷർ ഉണ്ടായി. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് വലിയ സംഭവമായിരുന്നു. നമ്മുടെ MSME സെക്ടർ എത്ര എണ്ണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടച്ചുപോയി, പാനിക്കായി. ഇതിന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് ബോധിക്കും ശരിക്കും അറിയാം. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് ഈ നരേറ്റീവ് ഉണ്ടാക്കുന്നതിനും തരികട തേർഡ് റേറ്റ് യൂട്യൂബർ ഈ സാധനം അറിയത്തില്ല. ഇന്ത്യ ഭരിക്കുന്നവർക്കറിയാം എത്രമാത്രം ടെൻഷനുണ്ട്, എത്രമാത്രം പ്രഷറുണ്ടെന്ന്. അപ്പം അതനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല രാജ്യങ്ങളിലും അഗ്രസീവായിട്ട് പുറകെ നടന്ന് പലരോടും കൂടെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇത്രയേ ഉള്ളൂ. അവിടെ നിന്നും കയറി മാന്താൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞ മാർക്കറ്റ് കിട്ടിയേ മതിയാവത്തുള്ളൂ. അതിന് നമ്മൾ വിട്ടുവീഴ്ച തയ്യാറായി. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ സെക്ടറിന് പലതും തുറന്നു കൊടുത്തേക്കുന്നത്. മനസ്സിലാക്കാൻ വരാൻ പോകുന്ന മാസങ്ങളിലൊക്കെ ഇന്ത്യയിലെ അഗ്രികൾച്ചറും അല്ല, ഇന്ത്യയിലെ പല കടകളിലെ ഷെൽഫുകളിലും അമേരിക്കൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതാണ്. പക്ഷേ ഇന്ത്യയുടെ എക്കോണമി മാറും. ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് അത് ശരിക്കും എംപ്ലോയ്മെൻ്റ് ഉണ്ടാകും. ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും ഉണ്ടാകും. കാരണം അമേരിക്കയായിട്ട് ട്രേഡ് 500 ബില്യൺ അമേരിക്ക ഇന്ത്യയിലോട്ട് ട്രേഡ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് മാത്രം, അതിനകത്ത് കാര്യമായ സംഭവം ഉണ്ടാകും. കാരണം ഇന്ത്യൻ തിരിച്ചങ്ങോട്ട് ചെയ്യും. കാരണം ഇന്ത്യൻ ബിസിനസ് അവിടെ ശരിക്കും അതിന് സമയമെടുക്കും. കാരണം അതും എക്സ്പാൻഡ് ചെയ്യും ശരിക്കും. കാരണം ഇന്ത്യൻ എക്കോണമിക്ക് നല്ലതാണ്, ബിസിനസ്സിന് നല്ലത് തന്നെയാണ് ഈ സംഭവം. പക്ഷെ ചില സെക്ടേഴ്സിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. 100% ഇത് ബാധിക്കും. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ സെക്ടേഴ്സിനെ ബാധിക്കും. അതേപോലെ തന്നെ ഈ ദേശീയ പ്രോഡക്റ്റുകൾ അതിനെ റീപ്ലേസ് ചെയ്യും. നിങ്ങൾ കണ്ടോണം. കാരണം ഇന്ത്യക്കാരൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. സായിപ്പിൻ്റെ സാധനത്തിന് ഭയങ്കര വില, അതിന് ഭയങ്കരമായിട്ട് വെയിറ്റേജ് കൂടും. ദേശീയ പ്രോഡക്റ്റ് ഈ പറയുന്ന പോലെ സംഭവമൊന്നുമില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രോഡക്റ്റിന് ഭയങ്കര വെയിറ്റേജാണ് കൊടുക്കുന്നത് ഇന്ത്യക്കാർ. ചൈനയ്ക്ക് അത്ര വെയിറ്റേജ് ഇല്ല. അത് ചീപ്പായിട്ട് കിട്ടുന്നു, വാങ്ങുന്നു. കാരണം ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ അമേരിക്കയാണ്. ഇപ്പം എങ്ങനെയാണ് അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ പ്രഷർ ഇട്ട് ഏറ്റവും കൂടുതൽ? ഉറപ്പായിട്ടും അവിടെയുള്ള ഇന്ത്യക്കാർ, H1B വിസാക്കാർ, അതേപോലെ ജോലിക്കായിട്ട് പോയിട്ടുള്ളവർ, അവരുടെ മുകളിലങ്ങ് പ്രഷറായി. അവനവിടെ നിന്ന് ഇങ്ങോട്ട് വരാതായി. അവരുടെ വിസ റിന്യൂ ചെയ്യാൻ പറ്റാതായി. അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു. ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അതും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു. അത് മൾട്ടിപ്പിൾ ഇഷ്യൂ ഗവൺമെൻറ്റിൻ്റെ തലയിലോട്ട് കയറി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 2 പേസിലത് നോക്കിക്കണം. ഇന്ത്യയുടെ എക്കോണമി ആണെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ പോക്കും ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അതിന് ശേഷവും. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യൻ പ്രോഡക്റ്റിന് അമേരിക്കയിൽ 0 ആയിരുന്നു ടാരിഫ്. ആ സാധനം അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ 0 ടാരിഫ് ആവുക. ഇത്ര ബില്യൻ്റെ പ്രോഡക്റ്റ് അമേരിക്ക ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഒഴുകാനും പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ചിലർ പറയുന്നത് എയർക്രാഫ്റ്റാണ്, ചിലർ പറയുന്നത് മറ്റുള്ള സംഭവങ്ങളാണെന്ന്. ഞാൻ കൃത്യമായിട്ട് പറയാം, അമേരിക്കൻ നിബന്ധനകൾ ഇന്ത്യ പൂർണ്ണമായിട്ടും പാലിച്ചേക്കുകയാണ്. റഷ്യൻ ഓയിൽ റഷ്യയുമായിട്ട് കംപ്ലീറ്റ് ഗുഡ് ബൈ പറഞ്ഞു. അതിനെപ്പറ്റി എന്താണ് ഈ 500 ബില്യൻ്റെ ഡീല്? ഉറപ്പായിട്ടും അമേരിക്കയുടെ കയ്യിൽ നിന്നും F-35 ഇന്ത്യ വാങ്ങാൻ പോവുകയാണ്. കാരണം അത്രയും, അല്ലാതെ ഇത്രയും വലിയ വോളിയം എങ്ങനെയാണ് ഈ വരുന്നത്? അത് വാങ്ങാൻ പോവുകയാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് ഒരു കൊല്ലം ഇനിയും വാങ്ങാൻ പോകും. വെറും ഒരു ചായ കുടിച്ച് പറഞ്ഞു വിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. പുട്ടിനും പിടികിട്ടി. കാരണം ഇന്ത്യക്ക് ആ രീതിയിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? റഷ്യയുമായിട്ട് ഭയങ്കര ഡീൽ. ഈ റഷ്യൻ എക്കോണമി തകർന്നു പോയി.
യൂറോപ്പിലെ ഏത് എക്കോണമി ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്ട്രെങ്തൻഡ് എക്കോണമി? IMFന്റെ റിപ്പോർട്ട് എടുത്തു നോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. പഴയ ബ്രിട്ടൻ ഒന്നും അല്ല ഇന്നത്തെ ബ്രിട്ടൻ, പഴയ ഫ്രാൻസ് അല്ല, പഴയ ജർമ്മനി അല്ല. അതിനേക്കാളൊക്കെ മെച്ചമായിട്ട് ഇന്ത്യ പോവുകയാണ്. പക്ഷേ ഇന്ത്യക്ക് അമേരിക്കൻ മാർക്കറ്റ് വേണം, അമേരിക്കൻ ടെക്നോളജി വേണം. നമ്മുടെ ഡിഫൻസ് തന്നെ നമ്മുടെ ഡിഫൻസിൽ വലിയ ക്രിട്ടിക്കൽ മിനറൽസ്, ക്രിട്ടിക്കൽ ടെക്നോളജി ആവശ്യമാണ്. ഡിഫൻസ് ശരിക്കും മോഡേണൈസ് ചെയ്യണം. ഇതിന് ഏത് രാജ്യം ഇന്ത്യ സഹായിക്കും? ഇത് യൂട്യൂബിനകത്ത് സോഷ്യൽ മീഡിയ പറയുന്ന നറേറ്റീവ് അല്ല. ചൈന നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നെയാണ്. അതിൻ്റെ പിൻബലത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും. അപ്പം അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഇന്ന് ചൈനീസും പാകിസ്ഥാനും ബംഗ്ലാദേശി പത്രങ്ങളൊക്കെ എടുത്തു നോക്കി. അവർ തകർന്നിരിക്കുക. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഡീൽ ഉണ്ടാകുമെന്ന് അമേരിക്കയുമായിട്ട്. കാരണം അവരുടെ ധാരണ ഇത് കുറച്ച് നാൾ ഇങ്ങനെ പോകും, ഇന്ത്യയുടെ പല ആവശ്യങ്ങളും തള്ളിക്കളയത്തില്ല. ഇപ്പം പൂർണ്ണമായിട്ട് കൃത്യതയായി അമേരിക്ക ഇന്ത്യ ഡീലായി ആ പഴയ രീതിയിലോട്ട് ബന്ധം പോകുന്നു. കാരണം ചൈനയിലുള്ള അമേരിക്കൻ ഔട്ട്സോഴ്സിങ് കമ്പനികൾ ഇന്ത്യയിലോട്ട് ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്യും. കാരണം അമേരിക്കയാണ് ഡീല് കൊണ്ടുവന്നിരിക്കുന്ന ടേബിളിൽ. കാരണം അവരാണ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കും മനസ്സിലായി അതാണ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അമേരിക്കൻ പോളിസി അനുസരിച്ച് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഈ ചൈനയിൽ 10-12% അവിടെയുള്ള അമേരിക്കൻ കമ്പനി മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. വിയറ്റ്നാം വളരെ അൺഹാപ്പി. അവിടുത്തെ ഇന്നത്തെ പത്രങ്ങൾ മുഴുവനും നെഗറ്റീവായിട്ട് ഈ ഡീലിനെ പറ്റി എഴുതിയേക്കുന്നത്. ഏറ്റവും ഡിസപ്പോയിൻ്റ് ഉണ്ടാക്കിയ ചൈനീസ് പത്രങ്ങളാണ്. കാരണം അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലായിപ്പോയി. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് വരും. അതായത് പുതിയ ഇന്ത്യ ഉണ്ടാകാൻ പോവുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം. അതാണ് ഞാൻ പറഞ്ഞ 2 രീതിയിൽ മാറി. അതിൻ്റെ 1 വർഷത്തെ കാലയളവ് ഉണ്ടായിരുന്ന ഗതികെട്ട കാലം അതിൽ നിന്നും മാറി. രാവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിലോട്ട് വന്ന് വളരെ സന്തോഷിച്ചാണ്. അദ്ദേഹം NDAയുടെ മീറ്റിംഗ് വളരെ സന്തോഷിച്ചാണ് പങ്കെടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അമേരിക്കയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതല്ലേ ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറഞ്ഞത്. പുട്ടിനെ കെട്ടിപ്പിടിച്ചതും ചൈനയൊക്കെ കെട്ടിപ്പിടിച്ച ആ സംഭവങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാറ്റിവെച്ചു. അമേരിക്കയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അതാണ് ഈ ഡീലിൻ്റെ പ്രത്യേകത. ഈ ഡീല് മുഴുവനും ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്ന പ്രസിഡന്റ് ട്രംപ് തന്നെയാണ്. ഇന്ത്യക്ക് വിൻ സിറ്റുവേഷൻ ഇന്ത്യൻ മന്ത്രിമാർ പറഞ്ഞാലും ഇന്ത്യയുടെ സംഘപരിവാർ RSS സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ RSS ബുദ്ധിജീവികൾ, റൈറ്റ് വിങ്, അതായത് അവരുടെ ഹാൻഡിലേഴ്സും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഡീലാണ് ഇന്ത്യ സറണ്ടർ ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വരുമ്പോഴും, അതായത് അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് കോമ്പറ്റ് ചെയ്ത് ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സാധിക്കും. ആ ക്വാളിറ്റി കൂട്ടിയാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ പ്ലെയർ ആകാൻ സാധിക്കൂ. അത് എല്ലാ തലത്തിലും. കാരണം ഇന്ത്യക്ക് ടെക്നോളജി ആവശ്യമാണ്. കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ ആ ടെക്നോളജി തരാൻ ആകെയുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ്. അതുകൊണ്ട് ഈ ഡീല് പോസിറ്റീവാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് 1 സൈഡ് ഡീലിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യക്ക് ഇതൊരു പോസിറ്റീവാണ്. ഇന്ത്യൻ എക്കോണമി ഇത് ഗ്രോ ചെയ്യും. ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് മാറും. ഇന്ത്യ ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് മാറും. ഇന്ത്യ ചൈനയെ കോമ്പറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇന്ത്യ ഭരിക്കുന്നവരാണ് ഇതിനെ എങ്ങനെ മുതലെടുക്കണം, ഏത് രീതിയിലാണ് അതിനെ എൻകാഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എൻ്റെ അനാലിസിസ്.